ഹലോ. അങ്ങനെ നമ്മൾ ഡേ 10 ആയിരിക്കുകയാണ്. ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് പുട്ടാണ്. ചെമ്പാ പുട്ടും പിന്നെ ഞാലിപ്പൂവൻ പഴവും. അപ്പം എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ആ വീഡിയോ എടുത്തില്ല. ഞാൻ എടുത്തിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുട്ടാണെങ്കിൽ ഞാൻ ചിരട്ടപ്പുട്ടാണെങ്കിൽ ഒരു ചിരട്ട കഴിക്കും. പിന്നെ ഈ പഴം ഫുള്ള് കഴിക്കത്തില്ല. അര ഭാഗമേ കഴിക്കുള്ളൂ. ആ പഴത്തിൻ്റെ ഹാഫേ കഴിക്കുകയുള്ളൂ. കാരണം എനിക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല. പിന്നെ പഴം കുറച്ച് മധുരവും കൂടിയാണല്ലോ. അപ്പം ഓൾറെഡി നമുക്ക് ഒത്തിരി ഷുഗർ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അര ഭാഗമേ പഴം കൂട്ടുകയുള്ളൂ. പിന്നെ ചിരട്ടപ്പുട്ട് ഏതാണെങ്കിലും ഞാൻ ഒരു കുറ്റി കഴിക്കും. പിന്നെ മറ്റേ പുട്ടും കുറ്റിയിലെ പുട്ടാണെങ്കിൽ ഹാഫാണ് കഴിക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നൊന്നും പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് ഞാൻ കഴിക്കുന്നത് ഒരു 9 മണിക്കാണ്. പിന്നെ ഞാൻ ഒന്നും കഴിക്കാറില്ല. കാരണം ഒരു കുറ്റി പുട്ട് കഴിക്കുമ്പോൾ തന്നെ ഓൾറെഡി നല്ല സ്റ്റൊമക്ക് ഫില്ലാവും. അപ്പോൾ ഇടനേരത്ത് കഴിക്കണമെന്നുള്ളവർക്കാണെ കഴിക്കുക. അതൊരു 11 മണിയാകുമ്പോൾ കഴിക്കാം. എന്തൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ മുളപ്പിച്ച പയർ, അല്ലെങ്കിൽ റോബസ്റ്റ പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ 11 മണിക്ക്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, അങ്ങനെയൊക്കെ 11 മണിക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്കെന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് 12:30 ആകുമ്പോൾ കഴിക്കും. ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കപ്പ വേവിച്ചത്, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ, കുറച്ച് കൂർക്ക മെഴുക്ക് പുരട്ടി, കുറച്ച് ചക്കക്കുരു പടവലങ്ങായും തോരൻ. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പയും ചക്കയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഴിക്കത്തില്ല. ഒരു ക്വാണ്ടിറ്റി വെച്ച് ഞാനത് കഴിക്കും. കാരണം എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. ഞാനപ്പം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടില്ല. എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ 3 മണിക്കോ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനൊരു 5:30 അല്ലെങ്കിൽ 5-ന് ഇടയ്ക്ക്, ഇന്ന് എല്ലാ ദിവസവും ഇല്ല, ഇന്ന് എനിക്കൊരു ബൂസ്റ്റ് കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു ബൂസ്റ്റ്, നിങ്ങൾക്ക് കാപ്പിയോ ചായയോ കുടിക്കേണ്ടവർക്ക് കുടിക്കുക. പക്ഷേ മധുരം ഒഴിവാക്കുക. പാലൊഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്, സ്ഥിരം കുടിക്കുന്നവരാണെങ്കിൽ. വല്ലപ്പോഴുമാണ് കുഴപ്പമില്ല കേട്ടോ, പഞ്ചസാര ഇട്ട് കുടിക്കുക. സ്ഥിരം കുടിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക. ആദ്യം തന്നെ ഒഴിവാക്കാതിരിക്കുക. ആദ്യം കുറച്ച് കൊണ്ടുവരിക. അതിനുശേഷം അത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആദ്യം തന്നെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, പഞ്ചസാര ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ലാത്തവർക്ക് സ്റ്റീവിയ എന്ന് പറയുന്നൊരു സാധനം മേടിക്കാൻ കിട്ടും. സ്റ്റീവിയ, STEVIA എന്ന് പറഞ്ഞൊരു സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഷുഗറിന് പാരലായിട്ടുള്ളൊരു സാധനമാണ്. ഒരു എന്താ പറയുക, ഒരു ഷുഗർ ഫ്രീ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പം അതുപയോഗിക്കുക. പിന്നെ ഞാൻ അതിനോടൊപ്പം ഒരു കുമ്പിളും കൂടെ കഴിച്ചിട്ടുണ്ട്. ചക്കയുടെ കുമ്പിളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചക്ക മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചക്ക ഇഷ്ടംപടിയുണ്ട്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നടക്കും. സാധാരണ ഞാൻ കാപ്പി കുടിക്കാറില്ല. എനിക്ക് കാപ്പി അത്ര ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് പഞ്ചസാര ഇട്ടാണ് കുടിക്കുക. ഇപ്പം ഞാനത് കുറച്ച് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ 1/3 പഞ്ചസാര ഇടുകയുള്ളൂ. പക്ഷേ പണ്ട് ഞാൻ ഒരുപാട് ഇടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാപ്പി പരമാവധി കുറച്ച്, ഞാനിപ്പോൾ ഒത്തിരി പഞ്ചസാര ചെല്ലുണ്ടല്ലോ, 1/3 കുറച്ചെങ്കിലും പഞ്ചസാര ഇട്ടാണ് ഞാൻ കാപ്പി കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാപ്പി പരമാവധി ഒഴിവാക്കി. അതിനുശേഷം ഞാനൊരു 1.5 മണിക്കൂർ നടക്കും, 10,000 സ്റ്റെപ്സ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗൂഗിൾ ഫിറ്റിനകത്ത് കാണിക്കുന്നത് കലോറി നമ്മൾ കഴിക്കേണ്ട കലോറിയാണോയെന്ന്. അല്ല, അത് നമ്മുടെ ബേൺ ആയ കലോറിയാണ് കഴിക്കേണ്ടത്. നമ്മൾ എത്ര കലോറി കഴിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ആപ്പിനകത്ത് നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, ഏജ്, നമുക്ക് എന്തെങ്കിലും ശാരീരിക അവസ്ഥകളുണ്ടെങ്കിൽ അത്, നമുക്ക് എത്ര ഗോള്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഹോം പേജിൽ ഇൻ്റർഫേസിൽ തന്നെ നമ്മൾ എത്ര കാലറി കഴിക്കണമെന്നുള്ളത് മനസ്സിലാവും. അത് കാലറി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, എത്ര ക്വാണ്ടിറ്റി കഴിച്ചെന്നുള്ളതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കാലറി ഇൻടേക്ക് ചെയ്തെന്ന് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാട്ടോ പിന്നെയും പറയുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക, ഇത് തന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തോന്നും. പിന്നെയും ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, പിന്നെ എനിക്ക് DMs വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്.
ഞാൻ നടക്കാന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരാൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഫോൺ കൈ പിടിച്ചല്ലേ നടക്കണ്ടേന്ന്. അതെ ഫോൺ കൈ പിടിച്ചാണ് നടക്കേണ്ടത്. എനിക്ക് വീഡിയോ എടുക്കാനും കൈ പിടിക്കാനും കൂടെ ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും ഞാനൊരു 2 മിനിറ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നടക്കുന്നത്. ഷൂവും സോക്സും വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് ഞാൻ നടക്കാൻ പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 6:30 ആയപ്പോഴത്തേന് ഒരു മാക്സിമം 7 മണിക്കുള്ളിൽ ഒരു ബാർബിക്യൂ കഴിച്ചു. അപ്പം ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് ഈ ചിക്കൻ്റെ തുടയുടെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റുമാലി റൊട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 എണ്ണമാണ് വരുന്നത്. പക്ഷെ ഞാൻ ഒരെണ്ണമേ കഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഒരെണ്ണം ഒരു ബാർബിക്യൂ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. പിന്നെ റുമാലി റൊട്ടി എനിക്ക് അത്ര ആവശ്യമില്ലെങ്കിലും ഞാനൊരു ആഗ്രഹത്തിന് ഞാൻ അങ്ങനെ സ്ഥിരം ഡിന്നർ കഴിക്കാറില്ലല്ലോ. എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വിശക്കുമ്പോഴോ ഞാൻ ഫുഡ് കഴിക്കും. ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് ബാർബിക്യൂവിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ബാർബിക്യൂ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഓയിലൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പം നമുക്ക് നാളെ ഡേ 11 കാണാം. ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2.5 ലിറ്റർ വെള്ളവും കൂടെ കുടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാനിന്ന് ഫുഡ് കഴിച്ചത്. അപ്പം നാളെ കാണാം. ബായ്.